മുഴുവനും പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യവർഗത്തിന്റെ പാപം കാരണം സൃഷ്ടിയെ കംപ്ലീറ്റ് ആയിട്ട് ദൈവം ഫ്യൂട്ടിലിറ്റീനെ അല്ലെങ്കിൽ ഡീക്കന്റെ ദ്രവത്വത്തിന്റെ ദാസ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ് അല്ലെ. ഒരിക്കൽ പോലും സൃഷ്ടി അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. മനുഷ്യവർഗത്തിന്റെ മോശപ്പെട്ട രീതിയിലുള്ള ജീവിതം കാരണം അല്ലെ. ദൈവം വിസിറ്റ് ചെയ്യുമായിരുന്നു ഗാർഡൻ ഓഫ് ഈഡനില് ആടത്തിന് ഈവിനെ. പക്ഷെ ദൈവത്തിന്റെ പ്രസൻസ് അതിനും വലിയ ബലമൊന്നും കൊടുക്കാതെ ഇല്ല, അവർക്ക് കിട്ടിയിരുന്ന ജീവിതം എടുത്ത് കയ്യിൽ പന്ത് കളിച്ച വ്യക്തികളാണ് ആടും ഈവും. അതുകൊണ്ട് തന്നെ നമ്മളിലേക്കും പാപം കയറി, ലോകത്തിലേക്ക് പാപം വന്നപ്പോൾ മരണവും വന്നു അല്ലെ, ഡീക്കയും വന്നു. മരണത്തിന്റെ ഫലമാണ് ഈ ഡീക്ക എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയാകുമ്പോൾ നമ്മള് ആടത്തിന്റെ സ്വഭാവത്തിലല്ലാതെ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താ പറയുന്നത്, സൃഷ്ടിക്ക് തന്നെ അതൊരു എന്താ പറയുക ബോണ്ടേജിൽ നിന്നുള്ളൊരു വിടുതലാണ്. അതല്ലേ, അങ്ങനെയാണല്ലോ പറയുന്നത്. റോമക്കത്തിലെ ലേഖനത്തിലേക്ക് അങ്ങനെ തന്നെയാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ പ്രേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ, യേശുവിന്റെ സ്വഭാവത്തിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ പുതിയ ക്രിയേഷനാണ്. പുതിയ ക്രിയേഷൻ യേശുവിന്റെ DNA ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്ന നമ്മള് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന നമ്മള് ആടത്തിന്റെ DNA-യിലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഉള്ള നമ്മൾ അല്ലെ, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചതിന് ശേഷം സ്നാനം ഇട്ടിരിക്കുന്ന ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ DNA ആണ് അല്ലെ. യേശുക്രിസ്തുവിന്റെ സ്വരൂപമാണ്. നമുക്ക് യേശുക്രിസ്തുവിനെ പോലെയാണ് നമ്മളെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ യേശുവിനെ പോലെ നമ്മൾ സ്വഭാവം കാണിക്കുമ്പോൾ അത് ഭൂമിക്ക് തന്നെ അതൊരു റിലീസാണ് അല്ലെ. അതിന്റെ ഭൂമിന്റെ അല്ലെങ്കിൽ സൃഷ്ടിന്റെ എന്താ പറയാ ആ ഒരു ബോണ്ടേജിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പ്രേസ് ചെയ്യുമ്പം ഭൂമി തന്നെ അതിന്റെ വിളവ് കൂടുതൽ തരാൻ തുടങ്ങുന്നു. അപ്പൊ അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്ന കർത്താവേ, യേശു അങ്ങയുടെ സ്വരൂപത്തിലേക്ക് ഞങ്ങളെ മാറ്റുന്നതിന് നന്ദി പറയുന്ന കർത്താവ്. പഴയതെല്ലാം പോയി, ഇന്ന് പുതിയതാ. ഞങ്ങൾ പുതിയ വ്യക്തികളാക്കി മാറ്റിയതിന് നന്ദി പറയുന്ന കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങൾ ഇങ്ങനെയല്ലായിരുന്നു കർത്താവേ. ഞങ്ങള് നശിച്ചു പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു കർത്താവ്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ, ഞങ്ങളുടെ ഉള്ളിൽ ജീവനുണ്ട്, ജീവിതമുണ്ട് കർത്താവ്. അങ്ങ് കാണും യേശു, അങ്ങയുടെ മരണം കാണും, അങ്ങയുടെ ഉയർത്തെഴുന്നേൽപ്പ് കാണും. നന്ദി പിതാവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഓ കർത്താവേ, ഞങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവത്തിലേക്ക് ഇനി തിരിച്ചു പോകാതെ അങ്ങയുടെ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് ജീവിക്കാനുള്ള കൃപ, ഓപ്പറേറ്റ് ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇന്ന് സംസാരിക്കണം നാഥ, യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്ക് സങ്കീർത്തനം 67 പോകാം. 7 വാക്കുകളേ ഉള്ളൂ. സങ്കീർത്തനം 67 ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്: ദൈവം നമ്മോട് കൃപ ചെയ്തു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറുമാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയിക്കേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കുന്നു, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ചു ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ചു ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു. നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുക. ഭൂമിയുടെ അറുതികൾ ഒക്കെയും അവനെ ഭയപ്പെടും. അപ്പൊ ജാതികൾ എന്ന് പറയുമ്പോൾ നേഷൻസ് എന്നൊരു വേർഡാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. ഇപ്പൊ ന്യൂ കിങ് ജെയിംസ് വേർഷനിലേക്ക് അല്ലെങ്കിൽ കിങ് ജെയിംസിലേക്കൊക്കെ പോകുമ്പോൾ നേഷൻസ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുക, എനിക്കിന്ന് സംസാരിക്കാനുള്ള 5ാമത്തെ വാക്കിന് 5-നും 6-നും ഉള്ള വാക്കുകളാണ്: ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കും. ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ഭൂമി നമ്മള് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, നേഷൻസ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ മക്കള് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, നമുക്ക് ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്: ഭൂമി അതിന്റെ അനുഭവം തരും എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞത്. ഇവിടെ ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതാണ് വാസ്തവം. നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെ, ദൈവത്തിനെ വാഗൊണ്ട് സ്തുതിക്കുന്നതിനെ പറ്റിയല്ല ദൈവം പറയുന്നത്. നമുക്ക് നമ്മുടെ വാഗൊണ്ട് സ്തുതിക്കാം, പക്ഷെ നമ്മുടെ ഹൃദയം വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം അല്ലെ.
അതിന് ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇസ്രായേൽ മക്കളുടെ കാര്യം തന്നെ ഒന്ന് എടുത്ത് നോക്കുക. അന്ന് വിൽഡർനെസ്സിൽ വെച്ച്, അന്ന് ആ മരുഭൂമിയിൽ വെച്ച് അല്ലെ, എല്ലാവരും കൂടി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കുടുംബമായിരുന്നു അത് അല്ലെ. അവര് ചിലപ്പോ ദൈവത്തെ സ്തുതിക്കും, ചിലപ്പോ ദൈവത്തോട് എന്താ പറയണ, ദൈവത്തോട് കുറ്റങ്ങൾ ഏറ്റു പറയും. പിന്നെ അവർ അവരുടേതായിട്ടുള്ള പാവത്തിലേക്ക് പോകും. അങ്ങനെ എന്താ പറയുക, ഒരു സമയത്ത് ഒരു കാര്യം പറയും, വേറൊരു സമയത്ത് വേറൊരു കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നതും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു അവർ. അവരുടെ മുമ്പിൽ വെച്ചാണ് ദൈവം ചെങ്കടലിനെ പകുക്കുന്നതും അല്ലെ, കല്ലിൽ നിന്ന് പാറയിൽ നിന്ന് വെള്ളം കൊടുക്കുന്നു, മന്ന പൊഴിച്ചു കൊടുക്കുന്നു. അതെല്ലാം നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ദൈവത്തിന്റെ ശക്തിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെ നടന്നുകൊണ്ടിരുന്നതാണ് അവരുടെ മുമ്പിൽ. എന്നിട്ട് പോലും അവരുടെ ഹൃദയം ദൈവത്തിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വാഗൊണ്ട് വെറുതെ സംസാരിക്കുക, ഹൃദയം ദൂരത്തിലായിരിക്കുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സഭയുടെ നടുക്ക് നിന്നുകൊണ്ട്, ദൈവത്തിന്റെ കുടുംബത്തിന് നടുക്ക് നിന്നുകൊണ്ടും നമുക്ക് വെറുതെ വാഗൊണ്ട് പറയാം അല്ലെ, അതിന് സാധിക്കും. ഹൃദയം വേറെ കിലോമീറ്ററുകൾക്ക് അകലത്തിലാകാനും സാധിക്കും അല്ലെ. അങ്ങനെയുള്ള ഒരുപാട് വർഷിപ്പ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ യേശുക്രിസ്തു അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. യേശുക്രിസ്തു പറയുന്നത് അവസാനത്തെ കാലഘട്ടത്തെ പറ്റി പറയുക. എന്താ അവസാന കാലഘട്ടം നമ്മൾ പറയുമ്പോ യേശുവിന്റെ മരണം കഴിഞ്ഞ് വരുന്ന എല്ലാ കാലഘട്ടവും അതിനെ പറയുന്നത് അവസാന കാലഘട്ടം എന്ന് പറയുന്നത്. അല്ലാതെ ഈ കുറച്ച് കാലത്തിന് മാത്രം പറയുന്ന കാര്യമല്ല. ഇതിപ്പോ ഗ്രേസ് ഏറയാണ്. നമുക്ക് ഗ്രേസ് എന്ന് ദൈവത്തിന്റെ കൃപയുടെ സമയമാണ്. ആ കൃപയുടെ സമയത്ത് പറയുന്ന പേരാണ് അവസാന കാലഘട്ടം. അപ്പൊ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അല്ലെ, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, സത്യത്തിലെ ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തികള് ഇനി വരാനിരിക്കുന്നു. ആ ഒരു സമയം വരുന്നു, ആൾക്കാർ സത്യത്തിലെ ആത്മാവിലും ആരാധിക്കുന്ന സമയം വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ തങ്ങളുടെ ജീവിതം കൊടുത്ത് ദൈവത്തെ വാഴ്ത്തുന്ന വ്യക്തികൾ വരുന്നു എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. സത്യമാണ് അവർ പറയുന്നത്. അവരുടെ ഉള്ളിലുള്ള സത്യം മാത്രമല്ല, സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തികളുടെ സമയമാണ് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. നമ്മളും അങ്ങനെ ആരാധിക്കുന്ന വ്യക്തികളും. ആരാധന എന്ന് പറയുമ്പോൾ വെറുതെ വാവുകൊണ്ട് പറയുന്നത് മാത്രമല്ല, പ്രേസ് ചെയ്യുന്നത് വെറുതെ വാവുകൊണ്ട് പറയുന്നത് മാത്രമല്ല. ഓക്കെ, നമ്മൾ പ്രേസ് ചെയ്യുമ്പോൾ, നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വാവുകൊണ്ട് സംസാരിക്കണം, അത് വാസ്തവമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത് ദൈവത്തോട് അനുസരണ കാണിക്കുക എന്നുള്ളതാണ് അല്ലെ. അനുസരണ എന്ന് പറഞ്ഞാൽ വലിയ കൊറ്റന്മാരെ സാക്രിഫൈസ് ചെയ്യുന്നതിനേക്കാളും വലിയ കാര്യമാണെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദൈവത്തിന്റെ കയ്യിലേക്ക് ജീവിതത്തെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്, അതാണ് യേശുക്രിസ്തു ചെയ്തത്. ഏറ്റവും വലിയ ആരാധന നടന്ന സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഏറ്റവും വലിയ വർഷിപ്പ് നടന്ന സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചർച്ചിന്റെ അകത്തൊന്നും അല്ല നടന്നത് അല്ലെ, ക്രോസ് ഓഫ് കാൽവരിയിലാണ് നടന്നത്. ക്രോസ് ഓഫ് കാൽവരിയിലാണ് ഈ ലോകത്തില് ഏറ്റവും വലിയ ആരാധന നടന്ന സ്ഥലം അല്ലെ. യേശുക്രിസ്തു ആ ക്രൂശിതനായിട്ട് നമ്മൾക്ക് വേണ്ടി പിതാവിന്റെ കയ്യിലേക്ക് തന്റെ ആത്മാവിനെ കൊടുക്കുന്നത്, അതാണ് ഏറ്റവും വലിയ ആരാധന അല്ലെ. തന്റെ പിതാവിനോടുള്ള സ്നേഹത്തിന്റെ കൂടുതൽ കാരണം താൻ വളരെയധികം അനുസരണയുള്ളവരെത്തിയിരുന്നു. ക്രോസിലെ മരണത്തിന് വരെ താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ക്രൂസിലേറ്റു എന്ന് പറയുമ്പോ, ക്രോസിൽ തറച്ച് ഒരാളെ കൊല്ലുക എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത്, ഇന്നത്തെ അങ്ങനത്തെ മരണമില്ല, അന്നത്തെ കാലത്ത് അങ്ങനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തി അത്രയധികം ക്രിമിനലാണ് അല്ലെ, അത്രയധികം കൊള്ളരുതാത്തവനാണ് എന്നുള്ളത് കാണിക്കുന്നത്. റോമൻസ് അന്ന് എന്താ പറയാ, ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും വലിയ നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽസിനെ കൊന്നുകൊണ്ടിരുന്ന രീതിയാണ് ക്രോസ്. യേശുക്രിസ്തു എന്ത് ചെയ്തിട്ടാണ് അത്ര വലിയ നൊട്ടോറിയസ് ക്രിമിനലായത്? നമ്മളുടെ എല്ലാവരുടെയും പാവമായിരുന്നു യേശുവിന്റെ തലയിലിരുന്നത്. കാരണം ഗെത്സമനെ വെച്ച് യേശുക്രിസ്തു പ്രാർത്ഥിച്ചു അല്ലെ, ദൈവമേ, ഇത് അങ്ങയുടെ വില്ലാണെങ്കിൽ മാത്രം നടക്കട്ടെ, എന്റെ വില്ലല്ല, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം മാത്രം നടക്കട്ടെ അല്ലെ. യേശുവിന് തന്റെ പിതാവുമായിട്ട് താൻ അകന്നു പോവുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് അകൽച്ച വരാനുള്ള കാരണം നമ്മുടെ മനുഷ്യന്റെ പാവമാണ്. പാപം ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റും അല്ലെ. അപ്പൊ ആ ഒരു നിമിഷം യേശുവിന്റെ തലയിലേക്ക് നമ്മുടെ എല്ലാ പാവം വെച്ചു കൊടുക്കുന്ന സമയത്ത് യേശു ദൈവത്തിൽ നിന്ന് അകലത്തിലായി പോകുമായിരുന്നു. അപ്പൊ അത് നടക്കരുത്, അങ്ങനെ ആകരുത് അല്ലെ, സെപ്പറേറ്റ് ചെയ്ത് പോകരുത് എന്നുള്ള ഒരു വേദന, ഒരു വിഷമം കൊണ്ടാണ് യേശുക്രിസ്തു അങ്ങനെ പ്രാർത്ഥിച്ചത്. എന്നിട്ടും പറയൂ, ദൈവമേ, വലിയൊരു വർഷിപ്പാണ് യേശുക്രിസ്തു നടത്തിയത് അല്ലെ. ദൈവമേ, അങ്ങയുടെ ഹിതം മാത്രം നടക്കട്ടെ അല്ലെ, അങ്ങയുടെ ഹിതം മാത്രം നടക്കട്ടെ എന്റെ ജീവിതത്തിൽ, എന്റെ ഇഷ്ടം ഇതാണെങ്കിൽ പോലും അങ്ങയുടെ ഹിതം മാത്രം നടക്കട്ടെ. തന്നെ കംപ്ലീറ്റ് ആയിട്ട് പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. തന്നെ കംപ്ലീറ്റ് ആയിട്ട് പിതാവിന്റെ കയ്യിലേക്ക് എന്താ പറയുക, സബ്മിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അതാണ് ഏറ്റവും വലിയ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ പ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ അങ്ങനെ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാര് ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പോൾ, അങ്ങനെ ദൈവത്തിന്റെ കയ്യിലേക്ക് തങ്ങളുടെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് ദൈവം പറയുന്ന വഴി കൂടെ മാത്രം നടക്കുമ്പോ, അനുസരണയോടെ നടക്കുമ്പോ, അങ്ങനെയുള്ള വ്യക്തികൾ ദൈവത്തെ
സ്തുതിക്കുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി അതിന്റെ വിളവ് കൂട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് റോമകത്തിലേക്ക് 8-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെ 8-19-20 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മള് കാണും മനുഷ്യന്റെ പാപം കാണും അല്ലെ, ദ്രവത്വത്തിന്റെ ദാസ്യത്തിന് അടിമപ്പെടുത്തി വെച്ചിരിക്കുവാണ് അല്ലെ, സൃഷ്ടിയെ മൊത്തം അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണ് മനുഷ്യരുടെ പാപം കാരണം. അതിൽ നിന്നുള്ള ഒരു മോചനമാണ് നമ്മള് ദൈവത്തിന്റെ കയ്യിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കൊടുത്തുകൊണ്ട്, നമ്മളുടെ ജീവിതത്തെ പറിച്ച് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട്, എനിക്കൊന്നും വേണ്ട ദൈവമേ അങ്ങ് പറയുന്നതിന് അപ്പുറത്തേക്ക് എനിക്കൊന്നും വേണ്ട എന്നുള്ള നമ്മളൊരു തീരുമാനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോ അല്ലെ, അങ്ങനെ അപ്പൊ നമ്മൾ പ്രേസ് ചെയ്യുമ്പോ എന്താ പറയാ, ദൈവത്തിന്റെ മക്കളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താ പറയാ, ഈ ഭൂമിയും അതിന്റെ ഇൻക്രീസ് തരാൻ തുടങ്ങും അല്ലെ, കൂടുതലായിട്ട് അബണ്ടന്റ് ആയിട്ട് വിളവ് തരാൻ തുടങ്ങും. അപ്പൊ നമുക്കറിയാം ഡ്യൂട്രോണമി 28 പോകുമ്പോൾ ദൈവം അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ അനുസരിക്കുകയാണെങ്കിൽ ഇസ്രായേൽ മക്കൾ കിട്ടാൻ പോകുന്ന സകല ബ്ലെസ്സിങ്ങിനെ പറ്റി ദൈവം പറയുന്നു, അനുസരിക്കാതിരിക്കാൻ ആണെങ്കിൽ കിട്ടാൻ പോകുന്ന കേഴ്സിനെ പറ്റി ദൈവം പറയുന്നു. അപ്പൊ അവിടെ ബ്ലെസ്സിങ്ങിന്റെ കൂട്ടത്തിൽ ദൈവം പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങളുടെ ലാൻഡ്, നിങ്ങളുടെ ഭൂമി കണ്ടമാൻ നിങ്ങൾക്ക് വിളവ് തരും അല്ലെ. നിങ്ങൾ എന്നെ അനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ നിങ്ങളുടെ കന്നുകാലികളുടെ കുഞ്ഞുങ്ങൾ ഒരെണ്ണം പോലും ചത്തുപോകത്തില്ല, എല്ലാം അല്ലെ, അതുങ്ങളുടെ കന്നുകാലികളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടായിരിക്കും. ഫ്രൂട്ട് ഓഫ് യുവർ വൂമ്പ് എന്ന് പറയുന്നത്, നിന്റെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. നീ ഈ എന്താ പറയാ, രാജ്യത്ത് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും, നിന്റെ രാജ്യം തന്നെ ഏറ്റവും വലുതായിരിക്കും, എല്ലാ ബാക്കിയുള്ള രാജ്യങ്ങളെക്കാളെല്ലാം വലുതായിരിക്കും എന്നെല്ലാം ദൈവം പറഞ്ഞിരിക്കുക. അവസാനം ദൈവം പറയുക, നിന്റെ ഭൂമിയും കൂടെ ഒരുപാട് വിളവ് തരും. അപ്പൊ നമ്മള് ദൈവത്തെ അനുസരിക്കേണ്ട, നമ്മൾ യേശുക്രിസ്തുവിന്റെ സ്വഭാവം കാണിക്കുമ്പോൾ അല്ലെ, ഭൂമി ഓട്ടോമാറ്റിക്കലി വിളവ് കൂടുതൽ തരാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിനെ പറ്റി തന്നെയല്ല പറയുന്നത്, നമ്മള് ദൈവത്തിന്റെ ദൈവത്തിനെ അനുസരിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നമ്മൾ ജീവിതം നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും ആ ഒരു അനുഗ്രഹം നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാ ഏരിയയിലും എന്താ പറയാ, ഒരു പ്രോസ്പെരിറ്റി നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കുടുംബജീവിതത്തില് പ്രോസ്പെരിറ്റി ആയിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, അവരുടെ ആരോഗ്യത്തിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൽ അല്ലെ, നമ്മുടെ ജോലിയില്, നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ, അങ്ങനെ നമ്മള് ദൈവത്തിലേക്ക് ആയി കഴിയുമ്പോൾ, നമ്മള് ദൈവത്തെ എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ട് അനുസരിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കാണിക്കുമ്പോൾ അല്ലെ, നമ്മളുടെ ദൈവം യഹോവയാവുമ്പോൾ അല്ലെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഏരിയയിലും എന്താ പറയുക, അതൊരു ഇൻക്രീസിന് തന്നെ ഒരു വഴി ഉണ്ടാക്കുക, ഒരു പ്രോസ്പെരിറ്റിക്ക് തന്നെ വഴി ഉണ്ടാക്കുക ചെയ്യുന്നത് അല്ലെ. ദൈവം അങ്ങനെയാണ്, തന്നെ അനുഗമിക്കുന്ന ആൾക്കാരെ അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. സകല ജാതി, സകല നേഷനും ദൈവത്തെ സ്തുതിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 33 സംഘത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യഹോവ ദൈവമായിരിക്കുന്ന രാജ്യങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ, ദൈവത്തെ സ്തുതിക്കുന്ന രാജ്യങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ അല്ലെ. അപ്പോ നമ്മള് ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തികളാക്കി നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് ഉള്ളതാകും അല്ലെ. അനുസരിക്കുന്ന വ്യക്തികളും നമ്മുടെ ജീവിതം കൊണ്ട് യഹോവയെ വാഴ്ത്തുന്ന വ്യക്തികളായിരിക്കും. അപ്പോ നമ്മുടെ ചുറ്റുമുള്ള മൃഗങ്ങളും ഭൂമിയിലുള്ള കാര്യങ്ങളല്ല, ഭൂമി തന്നെ എന്താ പറയാ, അവരുടെ ആ ഒരു ബോണ്ടേജിൽ നിന്ന് റിലീസ് ആകും. മാനിഫെസ്റ്റേഷൻ അല്ലെ, നമ്മളുടെ മാനിഫെസ്റ്റേഷൻ, ദൈവത്തിന്റെ മക്കളുടെ മാനിഫെസ്റ്റേഷനായിട്ട് വെയിറ്റ് ചെയ്യാണ് ക്രിയേഷൻ. അതിനെപ്പറ്റി മറന്നു പോകാതിരിക്കുക അല്ലെ. നമ്മളുടെ ഭൂമി തന്നെ ഒരുപാട് വിളവ് തരാൻ തുടങ്ങും, നമ്മുടെ ജീവിതം തന്നെ മാറ്റി പറയാൻ തുടങ്ങും അല്ലെ. എല്ലാം നല്ല നന്മയ്ക്കായിട്ട് തന്നെ വരാൻ തുടങ്ങും. അനുഗ്രഹത്തിന് പുറത്ത് അനുഗ്രഹങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഈ ദൈവത്തിനെ അനുസരിച്ച് നടക്കും, ദൈവത്തിന്റെ കൈകൾ കൂടെ ഉണ്ടാക്കും. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്ന കർത്താവേ, thank you, Jesus, Master God. Oh Lord God Almighty, I pray, Father, you may bless us abundantly, mighty Father God. Your hands may be upon us, Master God. I praise you and worship you, mighty Father God. Thank you, Jesus, Master God. കർത്താവേ, അങ്ങനെ മാത്രം അനുസരിച്ചുകൊണ്ട് നടക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരുന്ന അപേക്ഷിക്കുന്നു. താങ്ക് യു, ജീസസ് മാസ്റ്റർ. താങ്ക് യു, ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ ഗോഡ്. ഞങ്ങളുടെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വർഷിപ്പായിട്ട് ഞങ്ങളുടെ കയ്യിലേക്ക് തരുക എന്ന് കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന വിശേഷം നാമത്തിൽ. എന്നെ കേട്ടാൽ നന്ദി, ദൈവത്തിന് മാത്രം